ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബേഴ്സിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ്. യൂട്യൂബ് സ്റ്റുഡിയോയുടെ സൈറ്റിലേക്കുള്ള ലോഗിൻ ഇഷ്യൂ പലർക്കും നേരിട്ടിട്ടുണ്ട്. എനിക്കിത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു കേട്ടോ. കാരണം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഐക്കാർഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ സൈറ്റ് ഓപ്പൺ ആയാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇതൊന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. എങ്ങനെ ചെയ്തിട്ടും ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു സിമ്പിൾ ട്രിക്കിലൂടെ ഞാൻ ആ ഇഷ്യൂ സോൾവ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ട് അതിൽ YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇവിടെ YT സ്റ്റുഡിയോ ലോഗിൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ലോഗിൻ കൊടുത്തപ്പോൾ ആദ്യം YT സ്റ്റുഡിയോയുടെ ആപ്പിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് സൈറ്റിലേക്ക് അത് പോകുന്നേ ഇല്ല. പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കുറേ ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു, ഇതെന്താ ചെയ്യുകയെന്നറിയാതെ. ഇത് കഴിഞ്ഞിട്ട് ചിലർ പറഞ്ഞു ക്രോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന്. അങ്ങനെ ഞാൻ ക്രോമിലും ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഇവിടെ ഞാൻ YT സ്റ്റുഡിയോ ലോഗിൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് റെഡി ആവുമെന്ന് നോക്കാം. അപ്പോൾ ഇതും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം സൈറ്റിലേക്കല്ല പോയത്, ആപ്പിലേക്ക് പോയിട്ട് പിന്നെ സൈറ്റിലേക്ക് പോവാണ് ചെയ്തത്. അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ സിമ്പിൾ ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് YT സ്റ്റുഡിയോയുടെ ആപ്പ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിൽ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. എന്നിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓപ്പൺ ബൈ ഡീഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ടിരിക്കുന്നത് കാണാം. അത് നമ്മളൊന്ന് ഡിസേബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ എടുത്തു, YT സ്റ്റുഡിയോ ലോഗിൻ കൊടുക്കാൻ പോവാണ്. അന്നൊക്കെ റെഡി ആവുമെന്നൊന്ന് നോക്കാം കേട്ടോ. YT സ്റ്റുഡിയോ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി കിട്ടിയിട്ടോ. ഇനി നമുക്ക് ചാനൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. അതേപോലെ ഐക്കാർഡ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു വലിയ ഇഷ്യൂ ആണ് കേട്ടോ സോൾവ് ആയി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് കരുതി, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടുമിക്ക പേർക്കും അറിയാൻ പറ്റുമായിരിക്കും. എന്നെ ഒരുപാട് വലിച്ചൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.